അങ്ങനെ അമ്മമാരുടെ അനുഭവങ്ങള്, ചേട്ടന്മാരുടെ അനുഭവങ്ങള് എല്ലാം ഒരുപാട് വരുന്നുണ്ട്. കുറേ പെൻഡിങ്ങിലുണ്ട്. എനിക്ക് വരുന്നവരോടൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കണേ 3 ദിവസം കഴിഞ്ഞ് എന്ന് പറയാണ്. അപ്പോൾ ചിലരൊക്കെ ഓർമ്മിപ്പിക്കും, ചിലരൊക്കെ ദേഷ്യം പിടിച്ച് നിർത്തും. ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അടുപ്പിച്ചടുപ്പിച്ച് ഓർമ്മിപ്പിക്കുന്നവരുടേതാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരമ്മ എഴുതി അയച്ചു തന്നിട്ടുണ്ട്. പേപ്പറിലാണ്. ചെറിയ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വായിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല. എന്തായാലും നമുക്ക് കേൾക്കാം അല്ലേ. എൻ്റെ കൊച്ചനുജൻ ശ്രീകാന്തിന്. എനിക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം. എൻ്റെ ജീവൻ്റെ വിലയുള്ള ഒരു അനുഭവമാണ് ഇവിടെ ട്ടോ. എഴുതാൻ പറ്റാതെ ഹാൻഡ് റൈറ്റിംഗ് ശരിയാവുന്നില്ല. എൻ്റെ കൃഷ്ണൻ എന്നെ രക്ഷിച്ച കഥ. ദിവസവും പലതവണ ശ്രീകാന്തിൻ്റെ ശബ്ദം കേട്ട് അങ്ങനെ ആയിപ്പോയിട്ടോ. ഭഗവാന്റെ അനുഭവങ്ങൾ വായിക്കാൻ കണ്ടെത്തിയ ആളല്ലേ. അതുകൊണ്ടാവും ഇത്ര സോഫ്റ്റ് ആയത്. ആ ശബ്ദത്തിൻ്റെ ശ്രേഷ്ഠത വേറെ ഒന്ന് തന്നെയാണ്. ത്രിമധുരത്തിന് പറ്റിയ ശബ്ദം ഇത് തന്നെ. എന്തായാലും സന്തോഷം. ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു. സ്നേഹം. ഒരു 15 വർഷം മുമ്പേ നടന്നതാണ് കേട്ടോ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കൃഷ്ണനെ ഇഷ്ടപ്പെട്ടിരുന്നു. ആദ്യം ചതുർബാഹുവായ ഒരു ചെറിയ ഫോട്ടോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അതൊരു ചെറിയ വീടായിരുന്നു. അത് പൊളിക്കുന്ന സമയത്ത് അറിയാതെ നഷ്ടപ്പെട്ടു പോയി. എനിക്ക് വലിയ വിഷമായിരുന്നു. ആ ഫോട്ടോയുടെ അടുക്കൽ വിളക്ക് കത്തിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. നാമം മനസ്സിൽ ജപിക്കും. ഗുരുവായൂർ പോയപ്പോൾ 2 വലിയ ഫോട്ടോ വാങ്ങിട്ടോ. അതിന് നേരെ ചന്ദനത്തിരി കത്തിക്കാൻ തുടങ്ങി. ഭഗവാൻ ഇഷ്ടപ്പെട്ട് എൻ്റെ ഞാൻ നാമജപമൊക്കെ സ്വീകരിക്കുന്നുണ്ടാവും. ഭഗവാൻ എൻ്റെ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ശ്രീകാന്ത്, കുറച്ച് ചുരുക്കി പറയാല്ലേ. എഴുതുമ്പോൾ അധികമായി പോകുന്നു. ഇനി കാര്യത്തിലേക്ക് കടക്കാം. എനിക്ക് പാത്രങ്ങൾ കഴുകി വെയിലിൽ ഉണക്കിയാലേ തൃപ്തി വരുള്ളൂ കേട്ടോ. അതിനാൽ വെള്ളം തോർന്നപ്പോൾ ചോറ് വയ്ക്കുന്ന പാത്രം എടുത്തിട്ട് ആൾമറയിൽ കമത്തി വെച്ചു. 2 മണി കഴിഞ്ഞ് അല്പം കിടക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അത് എടുക്കട്ടെ എന്ന് കരുതി എടുക്കാൻ പോയി. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കിണറ്റിൻ്റെ ആൽമറയിലാണ് പാത്രം കമഴ്ത്തിയത്. കിണറിൻ്റെ ആ സൈഡിലെ ഇലകൾ വീഴുന്നത് കണ്ട് അത് എടുക്കട്ടെ എന്ന് കരുതി പാത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇലയെടുക്കാൻ നോക്കുന്ന സമയം ചെവിയിൽ എന്നൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. സമയം കിട്ടിയില്ല തിരിഞ്ഞു നോക്കാൻ തന്നെ. അപ്പോഴേക്കും വലിയ കരിങ്കല്ല് എൻ്റെ പുറത്ത് വീണു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. എന്താ സമയം, ഞാൻ ആകെ വിറച്ചുപോയി. അത്രയും വലിയ ശബ്ദമായിരുന്നു. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പാത്രം ആകെയൊക്കെ കയ്യിൽ നിന്ന് പോയിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അടുത്ത വീട്ടിലെ ആള് തേങ്ങ എറിഞ്ഞിടാൻ വേണ്ടി കല്ലെറിഞ്ഞതാണ്. ആ ശബ്ദം കേട്ട് അയാൾ ഓടി വന്നു. ശ്രീകാന്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ കല്ല് എനിക്കൊരു പോറൽ പോലും വരുത്താത്ത എന്നെ ഭഗവാൻ രക്ഷിച്ചല്ലേ, എൻ്റെ തട്ടി മാറ്റിയതല്ലേ. എൻ്റെ പൊന്നു ആശ്രിത വത്സനായ കരുണാമരനായ എൻ്റെ പൊന്നു ഭഗവാൻ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ കല്ല് എൻ്റെ തലയിലാണ് വീണതെങ്കിൽ എന്താകുമായിരുന്നു. എഴുതി അധികമായില്ലേ ശ്രീകാന്ത്. വായിക്കാതിരിക്കരുത് കേട്ടോ. ഇനിയും അനുഭവങ്ങളുണ്ട്. മറ്റൊരു അവസരത്തിൽ എഴുതാം. ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ. ഞാൻ പ്രേമയാണ്. 65 വയസ്സ്. തലശ്ശേരി കതിരൂരാണ് താമസം. നിർത്തട്ടെ. സ്വന്തം പ്രേമേച്ചി. ആ പ്രേമചേച്ചിയുടെ അനുഭവം എന്താ പറയേണ്ടത്. അങ്ങനെയാണല്ലേ നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാപിച്ചു കഴിഞ്ഞാലല്ലോ നമ്മളെ തലയ്ക്ക് നേരെ വരുന്നത് ഭഗവാൻ അങ്ങോട്ട് തട്ടിമാറ്റും. നമ്മളറിയാതെ നമ്മൾ വിചാരിക്കും അതങ്ങ് പോയതല്ലേ. പക്ഷേ നമുക്കൊരു പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടാവും. ഒരു സംശയമില്ല. ഭഗവാന്റെ ഓറ നമ്മുടെ ചുറ്റും ആ ഒരു മഞ്ഞ ഓറ നമുക്ക് ഭക്തി കൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ നമ്മൾ നാമം ജപിക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മളറിയാണ്ട് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ആന്തരിക എനർജി ഉണ്ടല്ലോ, അത് പുറത്തേക്ക് വരും. അതാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഭഗവാന്റെ ആ ഒരു സാമീപ്യം നമുക്ക് അനുഭവപ്പെടും. ഇതൊക്കെയല്ലേ നമ്മൾ ഇത്രയും കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1.5 വർഷമായി ഈ അനുഭവങ്ങൾ തീരുന്നില്ല. എത്ര അനുഭവങ്ങളാണ് വരുന്നത്. അപ്പം വേറെ ഒന്നും പറയാനില്ല. അപ്പം എല്ലാവരിലേക്ക് എത്തിക്കുക. കമൻറ്റ് ബോക്സിൽ, ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന ഗ്രൂപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാമല്ലോ. പൂജാലങ്കാരവും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഉള്ള ഗ്രൂപ്പാണ്. അപ്പം നിങ്ങൾക്ക് വരാം. വേറെ ഒന്നും പറയാനില്ല. ഈ രാത്രി എല്ലാവർക്കും മനോഹരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രാത്രിയാണ് കേട്ടോ ഞാൻ ഓഡിയോ പിടിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കാം അപ്ലോഡ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ.